ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വാർപ്പിനകത്തുള്ള പച്ചക്കറികൾ ഇച്ചിരി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ആ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വെണ്ട പറിക്കാൻ പോവുകയാണ്. മുറുക്കി തന്നെ നോക്കേ, തണ്ടിന് കൊടുക്കല്ലേ. അടുത്ത വന്ന് കുറച്ചാലോ ഇതായി പോവും, മൂത്ത് പോവും. ശരിക്കും ഇന്നലെ പറിക്കേണ്ട ഇതൊക്കെ അടിയിലേതാ അത് രണ്ടും പറിച്ചാൽ തണ്ട് വളിക്കല്ല, തണ്ട് പൊട്ടി പോകും. വൈദ്യനുണ്ട്, പിന്നെ വൈദ്യനെ പറിക്കാനായില്ല, അതിനോട് വൈദ്യനെ പറിക്കാനില്ല. പിന്നെ മുളകുണ്ട്, മുളക് പറിക്കാറ്. അതോ അത് പിലാവ് ചക്ക ഉണ്ടാവണം. പയറ് പറിക്കണ്ട, പയറ് മെനയാന്ന് പറിച്ചതല്ലേ. അതിലല്ല നമുക്ക് തോന്നണേക്ക് വേണ്ടായിരുന്നോട്ടെ. നമ്മൾ മുളക് അത് എന്നേത്തോ വെണ്ട വറക്കാനായി. എന്നുണ്ടല്ലോ മുളക്, മുളക് കായ് മുളക്കുണ്ട്. കുറച്ച് പറിച്ചാൽ മതി. മേലോട്ട് കൊണ്ടിരിക്കും. വലിയ പറിച്ചായി, ചെറുത് പറിക്കല്ലേ. അയിമല മുളകുണ്ടോ? ഇനി പറിക്കണ്ട അയിമല് എല്ലാതും പറിക്കണ്ട പോകും. നമ്മൾ പിന്നെയും പറിക്കാം. ഇനി ഞങ്ങൾ വാർപ്പിന് മുകളിലുള്ള കൃഷികൾ കാണിച്ചുതരാം. ഇതാണ് വെള്ളരി. ഇത് വാർപ്പിന് മുകളിലുള്ള മുന്തിരി ഉണ്ടാകാനായിരിക്കുന്നത്. തക്കാളി, ഇതാണ് നമ്മുടെ തക്കാളിത്തോട്ടം. ഇതാണ് വാർപ്പിനുള്ളിലുള്ള കക്കിരിത്തോട്ടം. അതുപോലെ തന്നെ അതാണ് വാർപ്പിനുള്ള കരിവേപ്പില കൃഷി. അത് തക്കാളിപ്പൂ ആയുമ്പോൾ തൊടല്ല. ഇതാണ് വാർപ്പിനുള്ള ഗപ്പികൾ. ഇപ്പം കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചക്കറിൻ്റെ വളം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതൊരു മീൻകുളമാണ് വാർപ്പിൻ്റെ മുകളിലുള്ള. അപ്പോൾ ഇതിൽ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കും. അപ്പോൾ മീനുകളെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വളമാണ്. അപ്പോൾ അതാണ് രാത്രി ഒഴിച്ച് കൊടുക്കൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യലില്ല. ഈ മീനിൻ്റെ വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയും നല്ല വളമാണ്. ഇവിടെ തക്കാളിയൊക്കെ ഉണ്ടാകുന്നത്. ഈ കുളം കാണാൻ ചെറുതാണെങ്കിലും ഇതിലുണ്ട് 150 മീനോളം.
മതി